Good morning all. In module 4, we are going to deal with the topics rolling loads and the influence line diagrams. As we all know, loads are classified into mainly dead loads and the live loads. Dead loads are the loads, those which do not change their position during the life. Example, self weight of the beam, weight of the slab, etc. Live load means these are the load which can change their position during their life. Example, weight of the persons on slab or beam, then weight of the furniture, etc. Okay. ഇനി ഈ ലോഡിൽ തന്നെയുള്ള ഒരു എക്സ്ട്രാ ലോഡാണ്. ചില കേസിൽ ചില ലോഡ്സ് സ്റ്റേഷനറി ആയിരിക്കും, ബട്ട് ചില കേസിൽ ലോഡ്സ് എന്തായിരിക്കും, മൂവിങ് ടൈപ്പ് ആയിരിക്കും. സോ ഒരു ഡിസൈൻ പർപ്പസ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് അറ്റ് എനി സ്ട്രക്ചർ, ഏതെങ്കിലും ഒരു സ്ട്രക്ചർ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ എങ്ങനെ ചെയ്യുന്നത്, ആ സ്ട്രക്ചറിൽ ലോഡ് ആക്ട് ചെയ്യുന്ന സമയത്ത് ആ സ്ട്രക്ചറിന്റെ ഓരോ പൊസിഷനിലും ഡെവലപ്പ് ചെയ്യുന്ന ഷിയർ ഫോഴ്സ് ആൻഡ് ദി ബെൻഡിങ് മൊമെന്റിന്റെ വാല്യൂസ് ഡിഫറെന്റ് ആയിരിക്കും. റിപ്പീറ്റ് ചെയ്യാം. ലോഡ് ഒരു സ്ട്രക്ചറിൽ ആക്ട് ചെയ്യുന്ന സമയത്ത് ആ സ്ട്രക്ചറിന്റെ ഓരോ പൊസിഷനിലും ഡെവലപ്പ് ചെയ്യുന്ന ഷിയർ ഫോഴ്സ് ആൻഡ് ദി ബെൻഡിങ് മൊമെന്റിന്റെ വാല്യൂസ് ഡിഫറെന്റ് ആയിരിക്കും. സോ ആ എല്ലാ വാല്യൂസും കൺസിഡർ ചെയ്ത് മാക്സിമം വാല്യൂവിനെ ബേസ് ചെയ്തിട്ടാണ് സ്ട്രക്ചർ ഡിസൈൻ ചെയ്യുന്നത്. ഓക്കെ. സോ ഒരു സ്റ്റേഷനറി ലോഡാണെങ്കിൽ ഇറ്റ്സ് ഈസിയാണ് നമുക്കത് ചെക്ക് ചെയ്യാനായിട്ട്, ബെൻഡിങ് മൊമെന്റ് അല്ലെങ്കിൽ ഷിയർ ഫോഴ്സിന്റെ വാല്യൂസ് ചെക്ക് ചെയ്യാനായിട്ട് ഈസിയാണ്. ബട്ട് അതൊരു മൂവിംഗ് ലോഡ് ആവുന്ന സമയത്ത് എന്തായിരിക്കും, ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു ചെക്ക് ദി പൊസിഷൻ ഓഫ് മാക്സിമം ബെൻഡിങ് മൊമെന്റ് ആൻഡ് ദി ഷിയർ ഫോഴ്സ് വാല്യൂസ്. ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഇത്, റോഡ് അതല്ലെങ്കിൽ ബ്രിഡ്ജ് ചെക്ക് ചെയ്യാം. സപ്പോസ് ഒരു ബ്രിഡ്ജൊക്കെ ആണെങ്കിൽ എന്തായിരിക്കും, വെഹിക്കിൾസ്, ഡിഫറെന്റ് ടൈപ്സ് വെഹിക്കിൾസ് മൂവ് ചെയ്യുന്നുണ്ട്. വിച്ച് മീൻസ് ടൈം ടു ടൈം ആ ഒരു വെഹിക്കിൾസിന്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യാണ്. സോ ഇറ്റ്സ് ഡിഫിക്കൽട്ട് ആയിരിക്കും ഓരോ ടൈമിലും, അല്ലെങ്കിൽ ആ വെഹിക്കിളിന്റെ പൊസിഷന് കറസ്പോണ്ടിങ് ആയിട്ട്, ചേഞ്ച് ചെയ്യുന്ന പൊസിഷന് കറസ്പോണ്ടിങ് ആയി ഷിയർ ഫോഴ്സ് ഓർ ദി ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ഡ്രോ ചെയ്യുക, അതല്ലെങ്കിൽ അതിന്റെ വാല്യൂസ് ഫൈൻഡ് ചെയ്യുക. ഇറ്റ്സ് എ ഡിഫിക്കൽട്ട് ടാസ്ക് ആണ്. സോ ഈ ഒരു പ്രോബ്ലം കുറച്ചും കൂടി സിംപ്ലിഫൈ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡാണ് ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം. ഓക്കെ. അതായത് ഓരോ പൊസിഷനിലും വരുന്ന ബെൻഡിങ് മൊമെന്റ് ആൻഡ് ദി ഷിയർ ഫോഴ്സ് വാല്യൂസിനെ ഫൈൻഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം ടു ഐഡന്റിഫൈ ദി പൊസിഷൻസ് ഓഫ് loads for maximum shear force and the bending moment at specified sections. Influence line diagrams can be used. Okay, just a definition nokam. This can be drawn, that is influence line diagrams can be drawn for various stress resultants. That stress resultant can be reaction, shear force, bending moment and torsion at specified point. അത് ഏത് പോയിന്റിലുള്ള റിയാക്ഷൻ, ഷിയർ ഫോഴ്സ്, ബെൻഡിങ് മൊമെന്റ് ആൻഡ് ടോർഷൻ ഫൈൻഡ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം. സോ ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം ഫോർ എ സ്ട്രെസ് റിസൾട്ടന്റ് ഈസ് ദി വൺ ഇൻ വിച്ച് ദി ഓർഡിനേറ്റ് റെപ്രസെന്റ് ദി വാല്യൂ ഓഫ് ദി സ്ട്രെസ് റിസൾട്ടന്റ് ഫോർ ദി പൊസിഷൻ ഓഫ് യൂണിറ്റ് ലോഡ് അറ്റ് ദി കറസ്പോണ്ടിങ് ആക്സിസ്. ദിസ് ഈസ് ദി ഡെഫിനിഷൻ ഫോർ ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം. It's important. Okay. So influence line diagrams can be used to identify the position of moving loads for maximum value of stress resultant and for finding its maximum value. അതായത് ഓരോ പൊസിഷനിലെ ഷിയർ ഫോഴ്സ് അതല്ലെങ്കിൽ ബെൻഡിങ് മൊമെന്റ് വാല്യൂസ് മാത്രമല്ല, ദെൻ ഇത് മൂവ് ചെയ്യുന്ന സമയത്ത് മാക്സിമം ഡെവലപ്പ് ചെയ്യാൻ ചാൻസ് ഉള്ള പൊസിഷൻ കൂടി, അല്ലെങ്കിൽ പൊസിഷൻ ക്യാൻ ബി ഫൈൻഡ് ഔട്ട് യൂസിങ് ദിസ് ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം. ഓക്കെ. നെക്സ്റ്റ്, സൈൻ കൺവെൻഷൻ ഇമ്പോർട്ടന്റ് ആണ്. ഫസ്റ്റ് ഈസ് ദി ഷിയർ ഫോഴ്സ്. പോസിറ്റീവ് ഷിയർ ഫോഴ്സ് കൺസിഡർ ചെയ്യുന്നത്, സപ്പോസ് ദിസ് ഇസ് എ സ്പാൻ ഓർ ബീം ആണെന്നുണ്ടെങ്കിൽ എ ബി ഇസ് ദി സ്പാൻ, സി ഇസ് ദി സെക്ഷൻ ആണെങ്കിൽ സെക്ഷന്റെ റൈറ്റ് സൈഡിലെ ഡൗൺവേർഡ് ഫോഴ്സ് വിൽ ബി പോസിറ്റീവ് and the section the left side le upward force will be positive. Okay, shear force in case le section the right side le downward and the left side le upward force will be the positive. Then
മൊമെന്റ് കൺസിഡർ ചെയ്യുന്ന സമയത്ത് സെക്ഷന്റെ റൈറ്റ് സൈഡിലെ ആന്റി ക്ലോക്ക് വൈസ് മൊമെന്റ് ആൻഡ് ദി ലെഫ്റ്റ് സൈഡിലെ ക്ലോക്ക് വൈസ് മൊമെന്റ് ആയിരിക്കും പോസിറ്റീവായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഷിയർ ഫോഴ്സിന്റെ കേസിൽ സെക്ഷന്റെ റൈറ്റിൽ ഡൗൺവേർഡ്, ലെഫ്റ്റിൽ അപ്വേർഡ്. ദെൻ മൊമെന്റിന്റെ കേസിൽ സെക്ഷന്റെ റൈറ്റ് സൈഡിൽ ആന്റി ക്ലോക്ക് വൈസ് ആൻഡ് ദി ലെഫ്റ്റ് സൈഡിൽ വരുന്ന ക്ലോക്ക് വൈസ് മൊമെന്റ് ആയിരിക്കും പോസിറ്റീവ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ.